ഒരു സൂചികയാണ്. കാരണം ആ മണ്ഡലത്തിൽ ഭൂരിപക്ഷ വോട്ടുകൾ തന്നെയാണുള്ളത്, ന്യൂനപക്ഷ വോട്ടുകൾ തീരെ കുറവാണ്. അതിനു പുറമെ BJPയെ ഇന്ത്യയിലാകെ പിന്തുണക്കുന്ന മധ്യവർഗത്തിൻ്റെ വലിയൊരു കേന്ദ്രവും കൂടിയാണ് ഈ മണ്ഡലം. ഹിന്ദുത്വ അജണ്ടയുമായിട്ട് മാത്രം മുന്നോട്ട് നീങ്ങിയാൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ബങ്കിപ്പൂർ തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പ് നേരിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെ സമരവുമായിട്ടാണ്. കാരണം അനേകം വിദ്യാർത്ഥികൾ ഈ നീറ്റ് പരീക്ഷ എഴുതുകയും അതുപോലെ തന്നെ അതിലെ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് വലിയ താക്കീതായിട്ടാണ് ഇപ്പോൾ ബങ്കിംപൂർ നിയോജകമണ്ഡലത്തിലെ പ്രശാന്ത് കിഷോറിൻ്റെ വിജയം വന്നിരിക്കുന്നത്. ബീഹാറിലെ ബങ്കിംപൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് BJP സ്ഥാനാർത്ഥികൾ മാത്രമേ വിജയിച്ചിരുന്നുള്ളൂ. കൂടാതെ അത് ഇന്നത്തെ BJP അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ നബീൻ്റെ മണ്ഡലം കൂടിയായിരുന്നു അത്. അദ്ദേഹം രാജിവെച്ച ഒഴിവിലാണ്. അദ്ദേഹം BJP പ്രസിഡൻ്റായി പോകുമ്പോൾ രാജിവെക്കുകയും രാജ്യസഭയിലേക്ക് പോവുകയും ചെയ്ത ഒഴിവിലാണ് ഇപ്പോൾ ഇലക്ഷൻ നടന്നിരിക്കുന്നത്. ഏതാനും മാസങ്ങളെ കഴിഞ്ഞുള്ളൂ ബീഹാറിലെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. അന്ന് 50,000 വോട്ടിലേറെ ഭൂരിപക്ഷത്തിനാണ് നിതിൻ നബീൻ അവിടെ വിജയിച്ചത്. അതിനു മുമ്പ് ഈ പറയുന്ന മണ്ഡലത്തിൽ 4 തവണ നിതിൻ നബീനായിരുന്നു MLA. അതിനു മുമ്പ് 5 തവണ അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു. അപ്പോൾ ഏകദേശം 30 വർഷത്തോളം യാതൊരു തടസ്സവും കൂടാതെ BJP ഭരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയ ഇടത്താണ് ഇപ്പോൾ പ്രശാന്ത് കിഷോർ എന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടി ജനജാഗരൺ മഞ്ചുമായിട്ട് വന്നിട്ട് അദ്ദേഹം ഇപ്പോൾ 20,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ആ മണ്ഡലത്തിൽ വിജയിക്കുന്നത്. ബങ്കിപ്പൂർ എന്ന മണ്ഡലം ഒരു സൂചികയാണ്. കാരണം ആ മണ്ഡലത്തിൽ ഭൂരിപക്ഷ വോട്ടുകൾ തന്നെയാണുള്ളത്, ന്യൂനപക്ഷ വോട്ടുകൾ തീരെ കുറവാണ്. അതിനു പുറമെ BJPയെ ഇന്ത്യയിലാകെ പിന്തുണക്കുന്ന മധ്യവർഗത്തിൻ്റെ വലിയൊരു കേന്ദ്രവും കൂടിയാണ് ഈ മണ്ഡലം. ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ ഈ തോൽവിയുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം BJPയുടെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. BJPയെ ഇത്രയും കാലം അനുകൂലിച്ചിരുന്ന ഈ മധ്യവർഗത്തിൽപ്പെട്ട ആളുകളുടെ ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളും അതുപോലെ ഭരണപരമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളും നേരിട്ട് തന്നെ അവരെ എതിർപ്പാളയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മധ്യപ്രദേശിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആ സീറ്റ് നിലനിർത്തി. ഒരു ആശ്വാസ ജയമുണ്ടായത് ഗുജറാത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് BJPക്ക് സീറ്റ് ലഭിച്ചത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഹിന്ദുത്വ അജണ്ടയുമായിട്ട് മാത്രം മുന്നോട്ട് നീങ്ങിയാൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ബങ്കിപ്പൂർ തിരഞ്ഞെടുപ്പ്. ഹിന്ദുത്വ അജണ്ടയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഏറ്റിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി അയോധ്യ രാമക്ഷേത്രം. ഒരു കാലത്ത് ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രചരണങ്ങളിലാണ് BJP കേന്ദ്രത്തിൽ അധികാരം നേടിയത്. ആദ്യം രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് 2019 ആ ക്ഷേത്രം നിർമ്മിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇലക്ഷന് മുമ്പായിട്ട് അതിൻ്റെ ഉദ്ഘാടനവും കഴിച്ചു. അപ്പോൾ ആ ഒരു ലെവലിലാണ് വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് അവിടെ നടക്കുന്ന വലിയ ക്രമക്കേടുകളെ കുറിച്ചാണ്. ഈ ക്രമക്കേടുകൾ മുമ്പ് തന്നെ നടന്നിരുന്നു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭാവന കൊടുത്തിട്ടുള്ള ആ സ്വർണവും വെള്ളിയും അതുപോലെ തന്നെ ജനങ്ങൾ ഇന്ത്യയുടെ മിക്കവാറും ഭാഗത്ത് നിന്ന് അങ്ങോട്ട് വന്നിട്ടുള്ള ജനങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനയും എല്ലാം മോഷണം പോയി എന്നാണ് മനസ്സിലാവുന്നത്. അത് സംഭാവന എണ്ണിത്തിട്ടപ്പെടുത്തുന്ന
താഴ്ന്ന വിഭാഗം ജീവനക്കാരിലേക്ക് ഒതുക്കാനുള്ള വലിയൊരു ശ്രമവും നടക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉന്നത തലങ്ങളിലുള്ള ആളുകൾ ലോക വൈസ് ചെയർമാനായിട്ടുള്ള ചമ്പത് റായ് അടക്കമുള്ളവരുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കുന്നതേ ഇല്ല. ഈ കാര്യവും വലിയ തോതിൽ വടക്കേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കാൻ പോവുകയാണ്. അതിനാൽ തന്നെ ഈ തിരഞ്ഞെടുപ്പ് നേരിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെ സമരവുമായിട്ടാണ്. കാരണം അനേകം വിദ്യാർത്ഥികൾ ഈ നീറ്റ് പരീക്ഷ എഴുതുകയും അതുപോലെ തന്നെ അതിലെ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ പലയിടങ്ങളിലും വലിയ തോതിലുള്ള ബീഹാർ ബന്ദ് ഉണ്ടായി. ബീഹാർ ബന്ദിൽ പലയിടങ്ങളിലും വലിയ തോതിലുള്ള അക്രമം ഈ പ്രതിഷേധക്കാർക്കെതിരെ ഉണ്ടാവുകയും അവിടെ AK-47 തോക്കടക്കം ഉപയോഗിച്ചു എന്നുള്ള ആ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ ന്യായമായുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ പരിണിതഫലമാണ് ഈ ബങ്കിപ്പൂർ ഇലക്ഷനിൽ കണ്ടത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു സൂചികയാണ്. കാരണം അവിടെ വിജയിച്ചിരിക്കുന്നത് ഈ പ്രശാന്ത് കിഷോർ എന്ന ഒരു പുതിയ പാർട്ടി, 2 വർഷം മാത്രം പഴക്കമുള്ള പാർട്ടിയാണ്. അത് ബീഹാർ തെരഞ്ഞെടുപ്പിലാവട്ടെ ആ പാർട്ടിക്ക് പ്രത്യേകിച്ച് ഒരു മെച്ചം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ഈ ബങ്കിപ്പൂരിൽ 30 വർഷത്തോളം BJP കൈയടക്കി വെച്ചിരുന്ന സീറ്റിൽ വലിയ ഭൂരിപക്ഷത്തോടെ 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി പ്രശാന്ത് കിഷോർ ജയിച്ചിരിക്കുകയാണ്. ഇത് മിക്കവാറും ഇന്ത്യയിലെ മാറി വരുന്ന പുതിയ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. കാരണം വിദ്യാർത്ഥികൾ നേരിട്ട് തന്നെ രാജ്യത്തിലെ ക്രമക്കേടുകളിലേക്ക്, അഴിമതികളിലേക്ക് ഒക്കെ വിരൽ ചൂണ്ടുകയും അതിൽ വിജയിക്കുകയും ചെയ്ത ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. വലിയ ഒരു പ്രക്ഷോഭത്തിൽ BJPയിൽ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ ഈ കുട്ടികളുടെ സമരത്തിന് കഴിഞ്ഞു. ഇനി ഇത്തരത്തിൽ രാജ്യത്ത് നടക്കുന്ന അഴിമതികൾക്കെതിരെ യുവാക്കളും വിദ്യാർത്ഥികളും ശക്തമായി മുന്നോട്ട് വരും എന്ന സൂചനയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നൽകുന്നത്.